പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി അഥവാ പെറ്റ് സ്കാൻ ശരീരത്തിലെ ക്യാൻസർ കോശങ്ങളെ കണ്ടെത്താനാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമുക്കിതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ക്യാൻസർ കോശങ്ങൾ അതിവേഗം വളരുന്നവയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഗ്ലൂക്കോസ് ഉപഭോഗം മറ്റ് കോശങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. ഈ ഗ്ലൂക്കോസ് ശരീരത്തിൽ എവിടെയൊക്കെ എത്രമാത്രം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റിയാൽ ഈ ട്യൂമറുകളെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഈ ഗ്ലൂക്കോസ് ഉപയോഗം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടൊരു ചാരനെ ഉപയോഗിക്കുന്നത്. FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്. ഇപ്പോൾ ഗ്ലൂക്കോസിലെ ഈ ഓക്സിജനിൽ നിന്ന് രണ്ടാമത്തെ കാർബൺ ആറ്റത്തിനോട് ചേർന്നിരിക്കുന്ന ഈ OH അഥവാ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ മാറ്റി അവിടെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ 18 ആറ്റത്തിനെ വെച്ച് കഴിഞ്ഞാലാണ് നമുക്ക് ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസിനെ കിട്ടുന്നത്. ഇപ്പോൾ പെറ്റ് സ്കാൻ ചെയ്യുന്ന സമയത്ത് രക്തത്തിലേക്ക് ഈ FDG കുത്തിവെച്ചിട്ടാണ് ഈ സ്കാൻ ചെയ്യാറ്. ഈ FDGക്ക് ഗ്ലൂക്കോസിനോടുള്ള സാമ്യത കൊണ്ട് തന്നെ ശരീരത്തിൽ ഇതിനെ ഗ്ലൂക്കോസിനോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ FDGയും ക്യാൻസർ കോശങ്ങളിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഇത് ഗ്ലൂക്കോസ് അല്ലാത്തത് കൊണ്ട് തന്നെ കോശങ്ങൾക്ക് ഇതിനെ ഊർജത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് ഉപയോഗിക്കാനാവില്ല. അങ്ങനെ ഈ FDG ക്യാൻസർ കോശങ്ങളിൽ കുമിഞ്ഞുകൂടും. അതിനർത്ഥം ഈ റേഡിയോ ആക്റ്റീവായ ഫ്ലൂറിൻ 18ഉം ഈ ക്യാൻസർ കോശങ്ങളിൽ അമിതമായിട്ട് എത്തിച്ചേരും. ഈ ഫ്ലൂറിൻ്റെ ഈ ഐസോട്ടോപ്പ് വളരെ അൺസ്റ്റേബിൾ ആണ്. ഇതിൻ്റെ ഹാഫ് ലൈഫ് വെറും 110 മിനിറ്റാണ്. എന്ന് വെച്ചാൽ 2 മണിക്കൂർ താഴെ സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ പകുതിയോളം ക്ഷയിച്ചു തീരുന്നതായിരിക്കും. ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവാനായിട്ട് ഫ്ലൂറിൻ്റെ ന്യൂക്ലിയസിനുള്ളിലെ ഒരു പ്രോട്ടോൺ ന്യൂട്രോൺ ആയിട്ട് മാറണം. ഇത് 2 രീതിയിൽ സംഭവിക്കാം. ഈ ന്യൂക്ലിയസ് അതിന് തൊട്ടടുത്തുള്ള ഒരു ഇലക്ട്രോണിനെ ഉള്ളിലേക്ക് പിടിച്ചെടുക്കാം. ഇതിനെ ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറയും. പക്ഷേ ഈ ഫ്ലൂറിൻ 18ൻ്റെ കാര്യത്തിൽ 97% ഈ ന്യൂക്ലിയസ് β+DK ആണ് നടക്കുന്നത്. അതായത് ന്യൂക്ലിയസിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിൾ ആയ പോസിട്രോണിനെ റേഡിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്ന പോസിട്രോൺ അടുത്തുള്ള ഏതെങ്കിലും ആറ്റത്തിൻ്റെ ഇലക്ട്രോണായി കൂട്ടിമുട്ടും. അപ്പോൾ ഈ മാറ്ററും ആൻറ്റി മാറ്ററും കൂട്ടിയിടിക്കുമ്പോൾ അത് അപ്പോൾ തന്നെ അനിഹിലേറ്റ് ചെയ്ത് ഇലക്ട്രോണിൻ്റെ മാസിന് തുല്യമായ വളരെ എനർജി കൂടിയ ഊർജ്ജമുള്ള 2 ഫോട്ടോൺ അല്ലെങ്കിൽ ഗാമ റേയെ എതിർ ദിശയിലേക്ക് പുറപ്പെടുവിക്കും. അപ്പോൾ ഇങ്ങനെ പുറത്തു വരുന്ന ഈ 2 ഗാമ റേയെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പെറ്റ് മെഷീൻ ഇരിക്കുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉള്ള ഫോട്ടോ മൾട്ടിപ്ലയറോ അല്ലെങ്കിൽ അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഏതെങ്കിലും ഡിവൈസസ് ഒക്കെ ആയിരിക്കും ഈ പെറ്റ് മെഷീൻ്റെ അകത്ത് ഉണ്ടാവുക. അപ്പോൾ ഈ ഹൈ എനർജിയിലുള്ള ഈ ഗാമ റേ വരുമ്പോഴേക്കും അതിനെ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇതിന് സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണും പോസിട്രോണും അനിഹിലേറ്റ് ചെയ്ത് ഉണ്ടാകുന്ന ഈ ഫോട്ടോണിന് ഈ പ്രകാശകണികയ്ക്ക് ഏകദേശം 511 കിലോ ഇലക്ട്രോൺ വോൾട്ട് എനർജിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ഇതേ എനർജിയുള്ള 2 ഫോട്ടോണുകളെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരേ സമയത്ത് കാണുവാണെങ്കിൽ നമ്മളിതിനെ ഒരു സിഗ്നലായിട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെ നിരവധി സെൻസറുകളിൽ നിന്നുള്ള സിഗ്നലുകൾ നമ്മൾ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ നമുക്ക് ഈ ക്യാൻസറിൻ്റെ ഒരു 3D ഇമേജ് തന്നെ ഉണ്ടാക്കാൻ സാധിക്കുന്നു. അപ്പോൾ പെറ്റ് സ്കാൻ എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഫുൾ ബോഡി സ്കാനാണ് സാധാരണ ചെയ്യുന്നത്. അപ്പോൾ ഈ റിങ് തല മുതൽ പാദം വരെ ഇങ്ങനെ സ്കാൻ ചെയ്ത് പോകുമ്പോൾ ഈ ഓരോ പാർട്ടിൻ്റെയും ഇമേജ് അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്ന സിഗ്നലുകൾ കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഈ സിഗ്നലിൽ കിട്ടുന്നതിനെ ഒരു ഫുൾ ബോഡി ഒരു 3D ഇമേജ് ആയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയാണോ കൂടുതൽ സിഗ്നൽ വരുന്നത് അവിടെ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ ഉണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ക്യാൻസർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പെറ്റ് സ്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൊത്തത്തിലൊന്നുകൂടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാൻസർ സെല്ലുകളിൽ ഗ്ലൂക്കോസ് ഉപയോഗം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോസിനോട് സാമ്യമുള്ള പക്ഷേ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു മോളിക്യൂൾ നമ്മൾ ശരീരത്തിലേക്ക് കടത്തി വിടുന്നു. അപ്പോൾ അതിനകത്തുള്ള റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫ്ലൂറിൻ 18 ആറ്റം ഓക്സിജൻ 18 ആറ്റമായിട്ട് മാറുമ്പോഴേക്കും അതിൽ നിന്ന് ഇലക്ട്രോണിൻ്റെ ആൻറ്റി പാർട്ടിക്കിളായ പോസിട്രോണിനെ എമിറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ പോസിട്രോൺ ഏതെങ്കിലും ഇലക്ട്രോണുമായിട്ട് കൂട്ടിമുട്ടുന്നു, അനിഹിലേറ്റ് ചെയ്ത് വളരെ ശക്തിയേറിയ 2 ഗാമ റേയെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് വിടുന്ന ഗാമ റേയെ ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴി
ഡിറ്റക്റ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കിട്ടുന്ന ആ സിഗ്നലുകളെ ചേർത്ത് വെച്ച് നമ്മൾ ശരീരത്തിൻ്റെ ഒരു 3D ഇമേജ് നിർമ്മിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കെമിസ്ട്രിയും ഫിസിക്സും പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ക്വിസ് ഉണ്ട്. ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ഫ്ലൂറിൻ-18 ഡീകേ ചെയ്യുന്ന സമയത്ത് 97% പോസിട്രോൺ ഡീകേ അല്ലെങ്കിൽ ബീറ്റ പ്ലസ് ഡീകേ ആണ് നടക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ 3% ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വേറെ ചില ഐസോട്ടോപ്പുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ബെറിലിയം 7 പോലെ അല്ലെങ്കിൽ അയൺ 55 അല്ലെങ്കിൽ നിക്കൽ 59 പോലെയുള്ള മൂലകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് 100% ഇലക്ട്രോൺ ക്യാപ്ചർ വഴിയാണ് ഡീകേ ചെയ്യുന്നത്. കാർബൺ 10 അല്ലെങ്കിൽ ഓക്സിജൻ 14 പോലെയുള്ള മൂലകങ്ങൾ ഏകദേശം പൂർണ്ണമായിട്ടും ബീറ്റ പ്ലസ് ഡീകേ നടക്കുമെങ്കിലും അതിനകത്ത് എപ്പോഴും കുറച്ചെങ്കിലും ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളോടുള്ള ചോദ്യം ഇതാണ്, ഈ ബീറ്റ പ്ലസ് ഡീകേ നടക്കുന്ന സമയത്ത് എപ്പോഴും ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോൺ ക്യാപ്ചർ നടക്കുന്ന സമയത്ത് എപ്പോഴും ബീറ്റ പ്ലസ് ഡീകേ നടക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അതിൻ്റെ കാരണം നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അതിൻ്റെ ഉത്തരം ആരും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുമായിരിക്കും. പക്ഷേ എല്ലാവരും കണ്ടുപിടിക്കാനായിട്ട് നോക്കുക തന്നെ. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമുക്കിവിടെ സയൻസ് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ സയൻസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു സമൂഹത്തെ നമുക്ക് വളർത്തിയെടുക്കാനാണ് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ആശയങ്ങൾ ഷെയർ ചെയ്യുക. ഇനി നമുക്ക് കൂടുതൽ എക്സ്പെരിമെൻ്റ് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനി ഇതുപോലത്തെ ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.